ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ വിഷു കഴിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. കുറച്ച് പനിയും ജലദോഷമൊക്കെ വന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ച് തിരക്കൊക്കെ ആയി. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പൊറോട്ടയും ബീഫും നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ ചിക്കൻ കറി, പൊറോട്ട മുട്ടക്കറി, അങ്ങനെ പല വെറൈറ്റീസും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കപ്പയും പൊറോട്ടയും വെച്ചിട്ടുള്ളൊരു ഫുഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സക്സസ് ആവോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല. വെറും പരീക്ഷണാർത്ഥം മാത്രമാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. ഞാനപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഡേ ടൈമിൽ സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ രാത്രിയാണ് എടുക്കണത് കേട്ടോ. സോ അവിടെ അവൻ എണീറ്റ് കരയാൻ തുടങ്ങി. നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. നമ്മൾ ആദ്യം സ്റ്റൗവ് കത്തിച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച്, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പരീക്ഷണമാണ്, സക്സസ് ആവും ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആശയം തോന്നിയത് കൊണ്ട് മാത്രം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും ഇതേപോലെ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി. ഗൈസ്, ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ മക്കളോടാണ് ഉള്ളി അരിയാൻ പോകുന്നത്. ഒരു ഉള്ളി ഞാൻ നോക്കിയില്ല, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് കുറച്ച് മുളക് പൊടി, കൊത്തുപൊറോട്ട കഴിച്ചിട്ടുമുണ്ട്. ഇത് കൊത്തുപൊറോട്ടയുടെ കൂടെ കപ്പയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ കുറച്ച് പെപ്പറും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. കുരുമുളക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയാണ് കേട്ടോ. ചിക്കൻ മസാലയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാലയുടെ പൊടി ഇട്ടു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളപ്പോൾ പൊടികളെല്ലാം ഇട്ടു. ഇനി നമുക്ക് അതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. മുട്ട വേണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയും പിന്നെ അതേപോലെ തന്നെ ഈ മുട്ടയും ആ വെജിറ്റബിൾസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊരു തിക്ക് ഇതായിട്ട് വരും. ഇനി നമ്മൾ അതിലേക്ക് ഒരു ഡ്രോപ്പ് മാത്രം കേട്ടോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അതിന് ആ പച്ചമണക്കൊന്ന് പോവാൻ വേണ്ടിയിട്ടുള്ള ഇത് മാത്രം. ഓക്കെ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ പച്ചമണക്ക് പോയിട്ടുണ്ട് എന്നാണ്ട്. ഇനി നമുക്ക് അതിലേക്ക്, ഞാനിപ്പോൾ ഇത് കപ്പ വേവിച്ചതാണ്, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് നന്നായിട്ട് ഉടച്ച് വെച്ചതാണ്. ഇതേപോലെ പൊടി ആക്കണേ. കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മിക്സ് ഒപ്പായി എന്ന് വരില്ല. അപ്പം നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് പ്ലസ് അതിൻ്റെ ഒപ്പം നമ്മുടെ ഈ പൊറോട്ട, ഞാൻ പൊറോട്ട ഇതേപോലെ ചെറുതാക്കിയിട്ട് പീസസ് ആക്കിയതാണ്. ഇതൊക്കെ കുട്ടികളാണ് ചെയ്ത് വെച്ചത്. ഓക്കെ, എന്നിട്ട് നമ്മളിത് നന്നായിട്ട്
മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഈ മിക്സിങ്ങിലാണ് ശരിക്കും കടായി പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടാണ് ഇത് ശരിക്ക് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല എല്ലാം കൂടെ മിക്സായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും. മാക്സിമം നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതാക്കി തീ ഓഫാക്കി. ഇനി നമ്മളതിലേക്ക് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ എരിവും ഉപ്പൊക്കെ ഒന്ന് ഒപ്പാവാൻ വേണ്ടിയിട്ട് ഞാനൊരു തരി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഓക്കെ, നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റിങ്ങിൻ്റെ സെക്ഷൻ. സോ ഗൈസ്, ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാവരും കുഴപ്പമില്ല, തിരക്കേടില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. നല്ല അഭിപ്രായമാണെന്നാണ് പറയുന്നത്. സോ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ 2 കീടാണുക്കൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. സോ അവരെ ഞാൻ കാണിച്ചു തരാം. അത് ചോറല്ലേ? അത് ടേസ്റ്റ് ചെയ്ത് നമ്മുടെ സ്ഥിരം ടേസ്റ്റ് ചെക്ക് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കാൻ പോവാണ് എങ്ങനെയുണ്ട് ഡിഷ് എന്നുള്ളത്. കഴിച്ചു നോക്കിയിട്ടൊന്ന് പറയൂ അഭിപ്രായം. കൊള്ളാവോ സാധനം? മസാലകൾ നല്ല പഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഗൈസ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരും. അവന് ഉറക്കം വന്ന് കരയാൻ തുടങ്ങി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 2 വിളിച്ചിരിക്കുന്നോട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.